മിഡിൽ ഈസ്റ്റിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഒരുപോലെ മുനയിൽ നിർത്തുന്ന വാർത്തകളാണ് സൗദി അറേബ്യയിൽ നിന്നും പുറത്തുവരുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെ വ്യോമസേനയ്ക്ക് സൗദി മണ്ണിൽ വെച്ച് ചരിത്രപരമായ പ്രഹരം നേരിടേണ്ടി വന്നിരിക്കുന്നു. ഇറാന്റെ നേരിട്ടുള്ള ആക്രമണത്തിൽ അമേരിക്കൻ വ്യോമസേനയുടെ 5 ഇന്ധനം നിറയ്ക്കുന്ന ഭീമൻ വിമാനങ്ങൾ തകർക്കപ്പെട്ടതായി രാജ്യാന്തര മാധ്യമങ്ങളായ വാൾ സ്ട്രീറ്റ് ജേണലും റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സംഭവം കേവലം ഒരു നാശനഷ്ടത്തിനപ്പുറം അമേരിക്കയുടെ പ്രതിരോധ മേഖലയുടെ സുരക്ഷാ പഴുതുകളെ തുറന്നു കാണിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളമാണ് ഈ ദാരുണ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ വ്യോമയാന പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായ ഈ താവളത്തിൽ ഇന്ധനം നിറയ്ക്കാനായി എത്തിയ വിമാനങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. 2 ഉന്നത അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് വാൾ സ്ട്രീറ്റ് ജേണൽ ഈ വാർത്ത പുറത്തുവിട്ടത്. ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടതായോ പരിക്കേറ്റതായോ ഉള്ള ഔദ്യോഗിക സ്ഥിരീകരണം പെന്റഗണിൽ നിന്നും ഇതുവരെ വന്നിട്ടില്ലെങ്കിലും വിമാനങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വൻ സാമ്പത്തിക പ്രതിരോധ തകർച്ചയാണ്. മേഖലയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു കടന്നാക്രമണം അമേരിക്ക തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അമേരിക്കൻ വ്യോമസേനയുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ബോയിങ് KC-135 സ്ട്രോട്ടോ ടാങ്കർ വിമാനങ്ങളാണ് തകർക്കപ്പെട്ടത്. ആകാശ യുദ്ധങ്ങളിൽ വിമാനങ്ങൾക്ക് ഇന്ധനം നൽകി അവയെ കൂടുതൽ നേരം പറക്കാൻ സഹായിക്കുന്ന ഈ വിമാനങ്ങൾ യുദ്ധമുഖത്ത് അതീവ നിർണായകമാണ്. ഒരു KC-135 വിമാനത്തിന്റെ ഏകദേശ വില 1400 കോടി രൂപയിലധികമാണ്. ഇത്തരത്തിലുള്ള 5 വിമാനങ്ങൾ ഒറ്റയടിക്ക് തകർക്കപ്പെട്ടതോടെ ഏകദേശം 7000 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു ആക്രമണത്തിൽ മറ്റൊരു വിമാനം കൂടി തകർക്കപ്പെട്ടതോടെ ആകെ നഷ്ടം 8400 കോടി കടന്നിരിക്കുകയാണ്. ഇതൊരു രാജ്യത്തിന്റെ പ്രതിരോധ ബഡ്ജറ്റിൽ പോലും വലിയ ആഘാതം സൃഷ്ടിക്കാൻ പോകുന്ന തുകയാണ്. 1950കളുടെ അവസാനം മുതൽ അമേരിക്കൻ വ്യോമസേനയിൽ സേവനം അനുഷ്ഠിക്കുന്ന ഈ വിമാനങ്ങൾ കാലപ്പഴക്കമുണ്ടെങ്കിലും നവീകരണത്തിലൂടെ ലോകത്തെ ഏറ്റവും മികച്ച ടാങ്കർ വിമാനങ്ങളായി തുടരുകയാണ്. മണിക്കൂറിൽ 530 മൈൽ വേഗത കൈവരിക്കാൻ കഴിയുന്ന ഈ വിമാനങ്ങൾക്ക് 50,000 അടി ഉയരത്തിൽ വരെ സുഗമമായി പറക്കാൻ സാധിക്കും. ഇത് ശത്രു രാജ്യങ്ങളുടെ റഡാറുകളിൽ നിന്നും നിരീക്ഷണങ്ങളിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടാൻ അവയെ സഹായിക്കാറുണ്ട്. 11,000 മൈൽ ദൂരം വരെ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഇവ ദീർഘദൂര ബോംബിംഗ് ദൗത്യങ്ങൾക്കും നിരീക്ഷണ ദൗത്യങ്ങൾക്കും പോകുന്ന യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ മിഡ് എയർ റിഫ്യൂലിംഗ് നൽകുന്നു. 136 അടി നീളവും 130 അടി ചിറകു വിസ്താരവുമുള്ള ഈ വിമാനങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ സൈനിക വിമാനങ്ങളിൽ ഒന്നാണ്. സാധാരണ ഒരു പൈലറ്റോ കോ പൈലറ്റ്, നാവിഗേറ്റർ, ബൂം ഓപ്പറേറ്റർ എന്നിവരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് വിമാനത്തിൽ ഉണ്ടാകുക. ഇവരെ കൂടാതെ പ്രത്യേക ദൗത്യങ്ങൾക്കായി അമേരിക്കൻ കമാൻഡറുകളും ഇത്തരം വിമാനങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇറാനെതിരായ സൈനിക നീക്കങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അമേരിക്ക ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി. ഈ നീക്കത്തിലൂടെ മേഖലയിൽ ഇറാന്റെ സൈനിക ശക്തിയെ തളയ്ക്കുകയായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ ഈ ദൗത്യത്തിനെതിരെ ഇറാന്റെ പ്രതികരണം അപ്രതീക്ഷിതമായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു KC-135 വിമാനം ഇറാൻ അനുകൂല സായുധ സംഘം തകർത്തത് തന്നെ അമേരിക്കയെ ഞെട്ടിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നേരിട്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 5 വിമാനങ്ങൾ കൂടി തകർന്നിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ സൈനിക ആസ്ഥാനമായ പെന്റഗണിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുമുണ്ട്. മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ വ്യോമതാവളങ്ങൾ പോലും സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവ് അമേരിക്കൻ നയതന്ത്രജ്ഞരെ പുനർചിന്തയ്ക്കും പ്രേരിപ്പിക്കുന്നു. ആക്രമണം വ്യോമതാവളത്തിൽ മാത്രം ഒതുങ്ങിയില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. മേഖലയിൽ വിന്യസിച്ചിരുന്ന അമേരിക്കയുടെ അതിശക്തമായ വിമാനവാഹിനി കപ്പലുകളായ USS എബ്രഹാം ലിങ്കണും USS ജെറാൾഡിനും സ്ഥാനം മാറേണ്ടി വന്നു. ഇറാന്റെ ദീർഘദൂര മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പരിധിയിൽ നിന്നും കപ്പലുകളെ മാറ്റാനാണ് പെന്റഗൺ ഉത്തരവിട്ടത്. ലോകത്തെ ഏത് രാജ്യത്തെയും വിറപ്പിക്കാൻ ശേഷിയുള്ള ഈ കപ്പലുകൾക്ക് പോലും പിൻവാങ്ങേണ്ടി വന്നത് മേഖലയിൽ ഇറാന്റെ ആക്രമണശേഷി എത്രത്തോളം ഉണ്ടെന്നും വ്യക്തമാക്കുന്നു. ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ സഹായിക്കുന്ന ടാങ്കർ വിമാനങ്ങൾ കൂട്ടത്തോടെ തകർക്കപ്പെട്ടത് വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ആക്രമണശേഷിയും സാരമായി ബാധിക്കും. ദീർഘദൂര പറക്കലിന് ടാങ്കർ വിമാനങ്ങളെ ആശ്രയിക്കുന്ന F-35, F-22 തുടങ്ങിയ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇനി മുതൽ കൂടുതൽ നേരം ആകാശത്ത് തങ്ങാൻ പ്രയാസമായിരിക്കും. ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുള്ള സൗദിയിലെ താവളങ്ങളിൽ പോലും ആക്രമണം നടന്നത് അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ പോരായ്മയായും വിലയിരുത്തപ്പെടുന്നു. തങ്ങളുടെ അതിർത്തിക്ക് അപ്പുറം കടന്നു ചെന്ന് ശത്രുവിനെ പ്രഹരിക്കാനുള്ള ഇറാന്റെ ശേഷി മറ്റ് അറബ് രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തുന്നു. മിഡിൽ ഈസ്റ്റിലെ ഇത്തരം വലിയ സംഘർഷങ്ങൾ എപ്പോഴും ആഗോള വിപണിയെ ബാധിക്കാറുമുണ്ട്. സൗദി അറേബ്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യത്ത് നടത്തുന്ന ആക്രമണങ്ങൾ ഇന്ധനവില കുതിച്ചുയരാനും കാരണമാകും. ഈ ആക്രമണത്തിന് പിന്നാലെ ആഗോള എണ്ണ വിപണിയിൽ ബാരലിന് വൻ വിലവർധനവ് ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്കും വലിയ വെല്ലുവിളിയാകും. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിൽ നടന്ന ഈ ആക്രമണം മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്.
സൈനികമായും സാമ്പത്തികമായും അമേരിക്കയ്ക്ക് നേരിട്ട ഈ വൻ തിരിച്ചടി വരും ദിവസങ്ങളിൽ വലിയ പ്രത്യാക്രമണങ്ങൾക്കും വഴിയൊരുക്കിയേക്കാം. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ കടുത്ത നീക്കം മേഖലയിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ പ്രതിരോധ രഹസ്യങ്ങളും വിന്യാസവും സംബന്ധിച്ച വലിയൊരു പരാജയമായാണ് സൈനിക നിരീക്ഷകർ ഇതിനെ കാണുന്നത്. സൗദി അമേരിക്ക ബന്ധത്തിലും ഈ സംഭവം പുതിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. എന്തായാലും മിഡിൽ ഈസ്റ്റിലെ ആകാശത്ത് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പൽ ഇനി കൂടുതൽ ശക്തമാകുമെന്നതും ഉറപ്പാണ്.